നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്സ് ഓഫ് മില്ലിംഗ് മെഷീൻ അല്ലേ, ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീനും പാർട്സ് ഓഫ് മില്ലിംഗ് മെഷീൻ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, സോ ദർ ആർ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻ അല്ലേ. ടോട്ടലി നമ്മൾ 4 മില്ലിംഗ് മെഷീൻസ് ആണ് കോമൺ ആയിട്ട് പറഞ്ഞത് അല്ലേ. ക്ലാസിഫിക്കേഷനിൽ കോമൺ ആയിട്ട് പറഞ്ഞത് 4 ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീനാണ്. കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ അല്ലെ, ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ, പ്ലാനർ ടൈപ്പ് മില്ലിംഗ് മെഷീൻ, സ്പെഷ്യൽ ടൈപ്പ് മില്ലിംഗ് മെഷീൻ. അത് നമ്മൾ പാർട്സ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചപ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ തന്നെ ദർ ആർ many classification like hand milling machine, plain and horizontal, plain or horizontal milling machine, vertical milling machine അല്ലേ. അങ്ങനെ യൂണിവേഴ്സൽ ആൻഡ് ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും മില്ലിംഗ് മെഷീൻസിനെ പറ്റിയിട്ടുള്ള സ്പെഷ്യാലിറ്റീസും അതിൻ്റെ ഡിഫറൻസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. നൗ ഒരു മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ അല്ലെ, ഓരോ പാർട്സിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. വി വിൽ ലുക്ക് വൺസ് മോർ ഇൻ ടു ഇറ്റ്. ഓക്കെ, ജസ്റ്റ് കാര്യങ്ങൾ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ. ലൈക്ക് പാർട്സ്, ഇതൊരു കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീനാണ്. സോ കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീനിൽ അല്ലെങ്കിൽ ഏതൊരു മില്ലിംഗ് മെഷീനിലും ഉണ്ടാകുന്ന പാർട്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ബേസ് അല്ലേ. ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് റിജിഡിറ്റി അല്ലേ, സപ്പോർട്ട് ആൻഡ് റിജിഡിറ്റി ടു ദ മെഷീൻ അല്ലേ. സോ ബേസ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ മെഷീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ബേസ് എന്ന് പറയുന്നത്. കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം അല്ലേ, സപ്പോർട്ടിങ് ഫ്രെയിം വേർട്ടിക്കലി മൗണ്ടഡ് ഓൺ ദ ബേസിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. സോ ബോക്സ് ഷേപ്പ് അല്ലേ ഫ്രെയിം, കോളം എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിം ബേസിൽ നിന്ന് മേലോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സ് ഷേപ്പ്ഡ് ആയിരിക്കും അല്ലേ. അതെ, ബോക്സ് ഷേപ്പ്ഡ് ആണ്. ഹൗസസ്, ഓൾ ഡ്രൈവിംഗ് മെക്കാനിസംസ്, അതായത് ഫീഡ് എല്ലാ കാര്യങ്ങളുടെയും ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക അല്ലേ. ഡ്രൈവിംഗ് മെക്കാനിക്സസ് മൊത്തം ഈ കോളത്തിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. സോ കോളം ഒരു ബോക്സ് ടൈപ്പ് സാധനമാണ്. നമുക്കിത് തുറന്ന് നോക്കാൻ പറ്റില്ല. നമുക്ക് പല രീതിയിൽ അല്ലേ, ഏതൊരു കോളം എന്നുള്ള രീതിയിൽ നമ്മുടെ മാക്സിമം മെഷീൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന്ന് ജസ്റ്റ് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും അല്ലേ. ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് മെക്കാനിസംസ് കാണുന്ന രീതിയിലുള്ളൊരു സാധനമാണ്. ദെൻ ഫ്രണ്ട് വെർട്ടിക്കൽ ഫേസ് ഓഫ് ദ കോളം ഈസ് പ്രൊവൈഡഡ് വിത്ത് ഗൈഡ് വേസ് അല്ലെ. വെർട്ടിക്കൽ ഫേസിൽ, അതായത് നമ്മുടെ നീന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെർട്ടിക്കൽ ഫേസിൽ ചെറിയൊരു ഗൈഡ് വേസ് ഉണ്ട്. ആ ഗൈഡ് വേസിലാണ് നീ സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് നീ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രൊജക്റ്റഡ് പോർഷൻ ആണ് അല്ലേ. കോളത്തിൽ നിന്ന് ഒരു പ്രൊജക്റ്റഡ് പോർഷൻ അല്ലേ, ഫ്രം കോളം എ പ്രൊജക്റ്റഡ് പോർഷൻ അല്ലേ, അതാണ്. ഇനി ഈ ഒരു പോർഷനാണ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് വരുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു മില്ലിംഗ് മെഷീനിലാണെങ്കിൽ, ലൈക്ക് കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീനിലാണെങ്കിൽ 3 മൂവ്മെന്റ് ആണ് വരുന്നത്. അതിൽ 2 ടൈപ്സ് അല്ലെ, 2 ടൈപ്സ്. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിലാണെങ്കിൽ യു വിൽ സീ ലൈക്ക് 3 മൂവ്മെന്റ്സ്. ആൻഡ് യൂണിവേഴ്സലിലോട്ട് പോയാൽ യു ഹാവ് 4 മൂവ്മെന്റ്സ്. ആൻഡ് ഇൻ ഒംനിവേഴ്സൽ യു ഹാവ് 5 മൂവ്മെന്റ്സ് അല്ലേ. സോ ഈ മൂവ്മെന്റ്സിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തത്. നൗ നീ എന്ന് പറയുന്നത് ഇറ്റ് സപ്പോർട്ട്സ് ടാബിൾ ആൻഡ് സാഡിൽ ആൻഡ് ടാബിൾ. നീയുടെ ഒരു ടോപ്പ് പോർഷനിലാണ്. നീയുടെ ടോപ്പ് പോർഷനിൽ സാഡിൽ ഉണ്ടാവും, സാഡിലിൻ്റെ ടോപ്പ് പോർഷനിൽ ടേബിൾ ഉണ്ടാവും. ടേബിൾ വിൽ ഹാവ് എ ഫേസിംഗ് നോട്ട്. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഓക്കെ, പ്രൊവിഷൻ ഓഫ് ദ കീ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ആൻ എലിവേറ്റിംഗ് സ്ക്രൂ അല്ലെ. എലിവേറ്റിംഗ് സ്ക്രൂ വെച്ചിട്ട്, ലൈക്ക് എലിവേറ്റിംഗ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കോളമിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന നീനെ ഡൗൺ ആൻഡ് അപ്പ് സ്ലൈഡ് മൂവ്മെന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ആൻഡ് സാഡിൽ സപ്പോർട്ട് ആൻഡ് ക്യാരി ദ ടേബിൾ അല്ലെ. ടേബിളിനെ ക്യാരി ചെയ്യുന്നതാണ് സാഡിൽ എന്ന് പറയുന്നത്. സ്ലൈഡ്സ് ഓൺ ദ ഗൈഡ് വേസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ നീ. നീയുടെ മേളിലായിട്ട് ഒരു ഗൈഡ് വേസ് ഉണ്ടാകും, അതിൽ സ്ലൈഡ് ചെയ്യുന്നതാണ് സാഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടേബിൾ പ്ലേസ്ഡ് ഓൺ ദ ഗൈഡ് വേസ് ഓൺ ദ സാഡിൽ ആൻഡ് ഇറ്റ് ട്രാവൽസ് ലോങ്ങിറ്റ്യൂഡിനലി അല്ലേ.
and top face of the table has a T slots. Lead screw is used to move table horizontally. സോ ഇത്രയും കാര്യങ്ങളാണ് ടേബിളിനെ പറ്റിയിട്ട്. ഇതിൽ പെർട്ടിക്കുലർലി കൺഫ്യൂഷൻ വരാൻ മാത്രമൊന്നുമില്ലല്ലോ. യു ഹാവ് എ കോളം, യു ഹാവ് എ ബേസ്, യു ഹാവ് എ കോളം. കോളത്തിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നീ ഉണ്ട്. നീനെ സപ്പോർട്ട്, നീ ഒരു ഗൈഡ് വേസിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഗൈഡ് വേസ് വിൽ ബി ഓൺ ദ വെർട്ടിക്കൽ ഫേസ് ഓഫ് ദ കോളം, അല്ലേ? ആൻഡ് യു ഹാവ് എൻ എലിവേറ്റിംഗ് സ്ക്രൂ വേർ നീ ഈസ് ജസ്റ്റ് നീ ക്യാൻ മൂവ് up and down. And any need mele you will see guideways. On that guideways only this saddle moves, alle saddle the crossways movements are oru guideways iludeyana. Then this supports the table ennu parayunnathu saddle inde meleyana. So saddle will be having a guideways, on the saddle a small guideways will be there. So this table will be traveling longitudinally in guideways, അല്ലേ? on the guideways provided on the saddle. ഓക്കെ, ഇനി ഈ ഒരു ടാബിൽ നിന്ന് നമുക്ക് we will have a T slot. ഓക്കെ, ടോപ്പ് ഫേസിൽ ഒരു T slot ഉണ്ടാവും. ഇനി ഈ ഒരു T slot ഉണ്ടെങ്കിലും, പിന്നെ T slot എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർക്ക് പീസ് എല്ലാം ഫേമായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടീ ബോൾട്ട് ക്ലാമ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ T slots ഒക്കെ വരുന്നത്. നൗ ലീഡ് സ്ക്രൂ, അല്ലേ? ഒരു ലീഡ് സ്ക്രൂ ഉണ്ടാവും. ഈ ലീഡ് സ്ക്രൂ വെച്ചിട്ടാണ് ടേബിൾ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, നൗ ഓവർ ആം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ടോപ്പ് പോർഷനാണ്, അല്ലേ? മൗണ്ടഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കോളം, ഏറ്റവും ടോപ്പായിട്ടുള്ള പോർഷൻ, വിച്ച് പ്രൊവൈഡ്സ് ബിയറിംഗ് സപ്പോർട്ട് ഫോർ ദ ആർബർ. ആർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിവൈസ് ആണ് ശരിക്കുക. അതായത് ഒരു വർക്ക് ടൂൾ ഹോൾഡിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആർബർ എന്ന് പറയുന്ന സാധനം വരുന്നത്. ഓക്കെ, വിൽ സ്റ്റഡി മോർ അബൌട്ട് ആർബർ. ഇറ്റ്സ് എ ടൂൾ ഹോൾഡിംഗ് ഡിവൈസ്. ദെൻ സ്പിൻഡിൽ, അല്ലേ? സ്പിൻഡിൽ അപ്പർ പാർട്ട് ഓഫ് ദ കോളം എന്ന് പറയുന്നത് കോളത്തിൻ്റെ അപ്പർ പാർട്ടിലുള്ള ഒരു സാധനമാണ് സ്പിൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പിൻഡിലെല്ലാം നമ്മൾ എന്ത് പറയുന്ന ആർബർ ഡ്രൈവ് ചെയ്യുന്നത്. സ്പിൻഡിൽ കറങ്ങുമ്പോഴാണ് ആർബർ കറങ്ങുന്നത്. സോ ആർബർ വിൽ ബി റൊട്ടേറ്റിംഗ്, അല്ലേ? സോ ദാറ്റ് ദിസ് ടൂൾ വിൽ ബി റൊട്ടേറ്റിംഗ്, റൈറ്റ്? obtains power from an electric motor through belts and gears. Arbor is the extension of the machine spindle on which milling cutters are securely mounted and rotated, provided with the taper shank. അതാണ് ആർബർ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഈ പാർട്സിൽ യു ഹാവ് എനി ഡൗട്ട് പാർട്സ്? ഒരു പ്രശ്നമില്ലല്ലോ. അത് വളരെ, ഇപ്പോൾ നിങ്ങളോട് ഒരു കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ ചോദിച്ചു എന്ന് വിചാരിക്കുക. then you have to draw this figure, ഒരു കോമൺ ഫിഗർ എന്നുള്ള രീതിയിൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക. പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെ. ഓക്കെ, പിന്നെ ഞാൻ ഫിഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ സെക്കൻഡിൽ നിങ്ങൾ ഈ സീരീസ് ടെസ്റ്റ് എക്സാമിൻ്റെ സമയത്തും ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. ലൈക്ക് നിങ്ങളോട് ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ കാരേജ് ആണ് വരയ്ക്കാൻ പറഞ്ഞതെന്ന് വിചാരിക്കുക. സോ നിങ്ങൾ ലേത്ത് മൊത്തം വരച്ച സമയം കളയരുത്. കാരേജിൻ്റെ സൈഡ് മാത്രം വരച്ചാൽ മതി. അത് എവിടെ നിൽക്കുന്നു എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരയ്ക്കണ്ട. കാരേജിൻ്റെ ഒരു പോർഷൻ മാത്രം വരച്ചാൽ മതി. നിങ്ങൾ ഫുൾ ലേത്ത് വരച്ചിട്ട് സമയം കളയുന്നുണ്ട്. ഓക്കെ, ഫുൾ ലേത്തിലൊരു കാരേജ് വെച്ചതുപോലെ വരച്ചിട്ട് സമയം കളയുന്നുണ്ട്. ദാറ്റ് ഈസ് നോട്ട് നീഡഡ്. കാരേജ് ചോദിച്ചു കഴിഞ്ഞാൽ കാരേജ് മാത്രം വരച്ചാൽ മതി. ഓക്കെ, കാരേജിന്റെ സെറ്റപ്പ് മാത്രം വരച്ചാൽ മതി. ഓക്കെ, അതുപോലെ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം. അതായത് ഇപ്പോൾ ഈ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഐഡന്റിഫൈ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂളിൻ്റെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ സമയത്ത് നിങ്ങൾ നോർമലി വരക്കുന്നത് പോലെയല്ല, അതായത് സാധാരണ ഒരു ഫിഗർ വരക്കുന്ന പോലെ ഇങ്ങനെ കൂളായിട്ട് വരയ്ക്കുക ചെയ്തത്. അങ്ങനെയല്ല, നോമൻക്ലേച്ചർ വരക്കുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് വരയ്ക്കണം. ഓക്കെ, ലൈക്ക് ആ ഒരു ഈ ഒരു നമ്മുടെ നോമൻക്ലേച്ചറില്ലേ, അതായത് ഇങ്ങനെ ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു ഗ്രാഫിക്സിലൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ നല്ല വൃത്തിക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ളത് പോലെയല്ല. ഇതേപോലത്തെ ഒരു ഫിഗറൊക്കെ വരക്കുന്നതാണ്. ഇപ്പോൾ മില്ലിംഗ് മെഷീൻ്റെ പാർട്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീൻ വരക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കോളം വരച്ച് ഒരു സാഡിൽ വരച്ചു അങ്ങനെ വരയ്ക്കാം. ലൈക്ക് യു ക്യാൻ റൈറ്റ് ഇറ്റ് എനിവേ, അല്ലേ? ബട്ട് ഒരു നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ
കട്ടർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൂളിൻ്റെ പാർട്സ് ഒക്കെ, അതായത് ഒരു നോമൻക്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡു ഇറ്റ് വെരി നീറ്റ്ലി. ഓക്കെ, അത് ഇനി മുതൽ അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ ഡ്രിൽ ബിറ്റിൽ നിങ്ങൾ വരയ്ക്കുമ്പം ഈ ടോട്ടൽ ഡ്രിൽ ബിറ്റ് ഒന്ന് വരയ്ക്കണം, മനസ്സിലായോ? അതിൻ്റെ ഷാങ്ക്, ബോഡി പാർട്ട്, അതിൻ്റെ ഫ്ലൂട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. അത് നിങ്ങൾ പിന്നെ എന്താ പറയുക, പല സൈഡുകളിലായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഓൺലി സൈഡ്സ് മാത്രം വരച്ചിട്ട് ജസ്റ്റ് എങ്ങനെയാണ് വരുന്നത് ചുമ്മാ ഒന്ന് വരച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തത്. അതെന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ എക്സാമിന് മാത്രമേ വരച്ച് നോക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫിഗേഴ്സ് വരച്ച് നോക്കണം ഇടയ്ക്ക്. ഈ നോമൻക്ലേച്ചേഴ്സ് ഇല്ലേ, അത് വരയ്ക്കണം. ഓക്കെ, സോ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. വരച്ച് പഠിക്കാതെ നടക്കില്ല. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു മില്ലിംഗ് മെഷീൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ബേസ് ഉണ്ടാവും, കോളർ ഉണ്ടാവും, നീ ഉണ്ടാവും. ഓക്കെ, ഓവർ ആം ഉണ്ടാവാം. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ഇമാജിനേഷനിൽ വരയ്ക്കുമായിരിക്കും ചിലപ്പോൾ, മനസ്സിലായോ? പഠിക്കാതെ. എക്സാംസിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് പാർട്സ് എല്ലാം അറിയാമെങ്കിൽ പാർട്സ് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് ഫിഗർ വരച്ചു തന്നെ പഠിക്കണം. ഓക്കെ ഓക്കെ സർ. സോ ഈ മില്ലിംഗ് മെഷീൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഒരു നോർമലി ഈ ഒരു ഫിഗറാണ് നമ്മുടെ മനസ്സിൽ പൊതുവെ ഒരു കോളം ആൻഡ് നീ ടൈപ്പ് മെഷീനാണ് പൊതുവെ വരയ്ക്കുക. നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു പാർട്സ് ഓഫ് മില്ലിംഗ് മെഷീൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ പെർട്ടിക്കുലർ മില്ലിംഗ് മെഷീൻ ചോദിച്ചാൽ അങ്ങനെ വരയ്ക്കാം, പ്രശ്നമല്ല. സോ കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻസ് ഇത്രയും പാർട്സ് ആണ് വരുന്നത്. സോ ബേസ് ഉണ്ടാവും, കോളം ഉണ്ടാവും, നീ ഉണ്ടാവും, എലിവേറ്റിംഗ് സ്ക്രൂ ഉണ്ടാവും. Okay, there are guideways, saddle will be there, table will be there. Then ഓവറാമിൻ്റെ കാര്യം, ഓവറാം കോളത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് സൈഡിലുള്ളതാണ്, അല്ലെ? കോളത്തിന് സപ്പോർട്ട് ചെയ്യുക. ഈ ഓവറാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്ന സാധനം ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ശരിക്കും ആർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ആർബർ സ്പിൻഡിലോട്ട് ടൈറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് സ്പിൻഡിൽ വിൽ ബി റൊട്ടേറ്റിംഗ്, ദെൻ ആർബർ വിൽ ബി റൊട്ടേറ്റിംഗ്, അല്ലെ? അതിനനുസരിച്ച് കട്ടർ ഹോൾഡ് ചെയ്തിട്ടുണ്ടാകും. സോ കട്ടർ വിൽ ബി റൊട്ടേറ്റിംഗ്. അപ്പം ഈ ഒരു ടോട്ടൽ സെറ്റപ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവറാം എന്ന് പറയുന്ന സാധനം വരുന്നത്. ഓക്കെ, ജസ്റ്റ് ആർബർ സപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിലാണ് ഓവറാം വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പാർട്സ് ഓഫ് ദ മില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സോ we have studied milling machine. മില്ലിംഗ് മെഷീൻ്റെ സിമ്പിൾ മെക്കാനിസം, എങ്ങനെയാണ് മെക്കാനിസം എന്നല്ല, ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ, അല്ലെ? എങ്ങനെയാണ് ഒരു മില്ലിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ദെൻ യു ഹാവ് ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻ ആൻഡ് നൗ പാർട്സ് ഓഫ് മില്ലിംഗ് മെഷീൻ. ഇനി ടാബിളിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അല്ലേ? ദർ വിൽ ബി എ വേർട്ടിക്കൽ മൂവ്മെൻറ്റ്, അല്ലേ? വേർട്ടിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസിങ്, അല്ലേ? നമ്മുടെ നീ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റഡ് ചെയ്ത പൊസിഷൻ അപ്പ് ആൻഡ് ഡൗൺ, അല്ലെ? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, അല്ലെ? റേസിംഗ് ഓർ ലോവറിംഗ് ഓഫ് ദി നീ എന്ന് പറയാൻ വേണമെങ്കിൽ. സോ വേർട്ടിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ക്രോസ് വൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ക്രോസ് മൂവ്മെന്റ്, അല്ലെ? മൂവിങ് ദ സാഡിൽ, അല്ലെ? സാഡില് മൂവ് ചെയ്യുന്നതാണ്. നീയുടെ മേലെ ഗൈഡ് വേസിലൂടെ മൂവ് ചെയ്യുന്ന സാഡിലിന്റെ മൂവ്മെന്റിനെയാണ് ക്രോസ് വൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ലോങ്ങിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഈസ് മൂവിങ് ദ ടേബിൾ, അല്ലെ? ടേബിൾ ഹാൻഡ് വീൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ടാൻവിൽ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ ഒരു സ്വില്ലിംഗ് ദ ടേബിൾ ഓൺ ദ ബേസ്, അല്ലെ? സ്വില്ലിംഗ് ദ ടേബിൾ ഓൺ ദ ബേസ്, ബേസിലുള്ള ടേബിളിന് ഒരു 45 ഡിഗ്രി മൂവ്മെന്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ ആംഗുലാർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊന്നും അല്ലാതെ ഒരു സെപ്പറേറ്റ് മൂവ്മെന്റ് വരുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒംനിവേഴ്സൽ കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത്. അതെന്തായിരുന്നു? നമ്മുടെ നീന്റെ കോളവും നീയും തമ്മിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ഡയറക്റ്റ് സപ്പോർട്ടിങ് അല്ലാതെ ദിസ് നീ വിൽ ബി മൗണ്ടഡ് ഓൺ എ സർക്കുലർ ബേസ്, അല്ലെ? ഒരു സർക്കുലർ ബേസിലായിരിക്കും. ആ സർക്കുലർ ആണ് ഡയറക്ട്ലി ഈ ഗൈഡ് ബേസിലായിട്ട് മൂവ് ചെയ്യുന്നത്. സോ ദിസ് സർക്കുലർ ബേസ് വിൽ ബി ഹാവിങ് എ സ്വെല്ലിംഗ് മൂവ്മെന്റ്. അപ്പോൾ ആ ഒരു നീക്കൊരു സ്വെല്ലിംഗ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത്. സോ അത്രയും ഓക്കെ അല്ലേ? ഇനി പ്ലെയിൻ മില്ലിംഗ് മെഷീൻ, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഓർമ്മയുണ്ടല്ലോ, അല്ലേ?
പ്ലെയിൻ മില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡായിട്ട് ഹെവി ആയിട്ടുള്ള മില്ലിംഗ്. അത് ആലോചിക്കുക. ജസ്റ്റ് പ്ലെയിൻ മില്ലിംഗ് മെഷീനും യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനും തമ്മിലുള്ള മൂവ്മെൻറ്റ്സ്, ടാബിളിൻ്റെ മൂവ്മെൻറ്റ്സ് 3ഉം 4ഉം ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ബട്ട് ഒരിക്കലും 4 മൂവ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഇതാണ് മോർ റിജിഡ് എന്ന് വിചാരിക്കരുത്. യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ആണ് മോർ റിജിഡ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ആണ് ഹെവിയർ എന്ന് വിചാരിക്കരുത് പേര് കേട്ടിട്ട്. സോ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ ആൻഡ് universal milling machine. Like plain milling machine is more rigid and more heavier. Okay, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ റിജിഡ് അല്ല, അത്ര ഹെവിയർ ആയിട്ടുള്ള ഒരു സാധനമല്ല. ബട്ട് ദേ ഹാവ് എ ഫോർത്ത് മൂവ്മെന്റ്, അല്ലെ, ടേബിൾ മൂവ്മെന്റ് ഉണ്ടാവും. പക്ഷേ എന്ത് ഡിഫറൻസ് ഉണ്ട്? ഒരു നോൺ കോംപ്ലിക്കേറ്റഡ് ജോബ്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ഉപയോഗിക്കാവുന്നതാണ്. There it have its own advantage. So now work holding devices. Okay, work holding devices. ഒരു മില്ലിംഗ് മെഷീൻ്റെ നമ്മൾ എങ്ങനെയൊക്കെ വർക്ക് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, വർക്ക് ഹോൾഡിംഗ് ആൻഡ് ടൂൾ ഹോൾഡിംഗ് രണ്ടും നമുക്ക് നോക്കാം. നൗ ഫസ്റ്റ് ഓഫ് ഓൾ, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒരു ടേബിളിൻ്റെ മേലെയാണ് നമ്മൾ വർക്ക് പീസ് വെക്കുന്നത്. വർക്ക് പീസ് വിൽ ബി സംടൈംസ് ഇറഗുലർ, സംടൈംസ് റെഗുലർ, സംടൈംസ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ്, അല്ലേ. സോ അതിനനുസരിച്ചിട്ടുള്ള കുറേ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, സോ ലൈക്ക് വൈസ് എന്തൊക്കെയാണ് നമ്മുടെ മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്? ഓക്കെ, ടീ ബോൾട്ട് ആൻഡ് ക്ലാംപ്സ്. യൂഷ്വലി നമ്മൾ എല്ലാവരെയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇറഗുലർ ഷേപ്പിലുള്ള ഒരു സാധനങ്ങളും വർക്ക് പീസസൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ക്ലാമ്പ് ചെയ്യാൻ, വർക്ക് പീസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഇറഗുലർ വർക്ക് പീസ് നമുക്ക് ക്ലാമ്പ് ചെയ്യാൻ, ഡയറക്റ്റ്ലി ഓൺ ദ ടേബിൾ ക്ലാമ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ടീ ബോൾട്ട് ആൻഡ് ക്ലാംപ്സ്, അല്ലേ. ബൾക്കി വർക്ക് പീസസ് ഓഫ് irregular shapes are clamped directly on the milling machine, okay, by using this T-bolt and clamp. പിന്നെയുള്ളത് ആംഗിൾ പ്ലേറ്റ്സ് ആണ്. നിങ്ങൾ ആംഗിൾ പ്ലേറ്റ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ലാബ് ചെയ്തിട്ടുണ്ട്. സോ 100% നിങ്ങൾക്ക് ഒരു ആംഗിൾ പ്ലേറ്റ് എന്താണെന്ന് അറിയായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ. സോ ആംഗിൾ പ്ലേറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് വൈൽ ബോൾട്ടിങ്, അല്ലേ, ഇത് ഒരു ബോൾട്ട് ആൻഡ് ക്ലാമ്പിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ആംഗിൾ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ വി ബ്ലോക്ക്. വി ബ്ലോക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ. വി ബ്ലോക്സ് എന്ന് പറയുന്നത് ഒരു ക്ലാമ്പിന്റെ കൂടെ നമ്മൾ, അല്ലെ, യൂസ് ചെയ്യും, അല്ലേ. വി ബ്ലോക്ക്, യൂസ് ഓഫ് വി ബ്ലോക്ക്, അല്ലേ, കേട്ടിട്ടില്ലേ? വി ബ്ലോക്ക് കണ്ടിട്ടില്ലേ? സർക്കുലർ അല്ലേ വർക്ക് പീസസ്, അല്ലെ. സർക്കുലർ വർക്ക് പീസസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വി ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഹോൾഡിംഗ് ഷാഫ്റ്റ്സ് ഓൺ ദ വർക്ക് ടേബിൾ ഇൻ വിച്ച് കീവേസ്, സ്ലോട്ട്സ്, ഫ്ലാറ്റ്സ് ക്യാൻ ബി മിൽഡ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സർക്കുലർ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ. which will be clamped on the table by bolts. Okay, ഇനി നിങ്ങൾ യൂഷ്വലി നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ വൈസ്, അല്ലേ, വൈസ്. നിങ്ങൾ എന്തൊക്കെ വൈസ് കണ്ടിട്ടുണ്ട്? വൈസസ് നിങ്ങൾ നമ്മുടെ മെക്കാനിക്കൽ വൈസ്, ബെഞ്ച് വൈസ് ഉണ്ട്, കാർപ്പൻട്രി വൈസ്. ഓക്കെ, സോ നിങ്ങൾ ഓൾറെഡി അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വൈസിൽ എന്താണ്, വൈസിൽ എന്തൊക്കെ പാർട്സ് ആണ് ഉണ്ടാവുക നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അല്ലെ. ഒരു ഫിക്സഡ് ജോ ഉണ്ടാവും, അല്ലെ, ജോ പ്ലേറ്റ്സ് ഉണ്ടാവും, ഒരു മൂവബിൾ ജോ ഉണ്ടാവും. ഈ മൂവബിൾ ജോ ഒരു സ്ക്രൂ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ. അതിൻ്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട്, മൂവബിൾ ജോന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗൈഡ്സ് ഉണ്ടാവും, ഒരു ഗിബ് ഉണ്ടാവും, അല്ലെ. സോ ദാറ്റ് യു ഓൾറെഡി നോ. അപ്പം ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പല സ്ഥലത്തും, പ്രത്യേകിച്ച് ടൂൾ റൂം വർക്ക്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വളരെ ഞാൻ എഴുതിയ പോലെ യൂസ് ഫോർ ക്വിക്ക് ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് വർക്ക് പീസ്. പെട്ടെന്ന് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതാണ് ഒരു
വൈസ് എന്ന് പറയുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് വൈസസ്. നമുക്കിപ്പം ഇപ്പോൾ പ്ലെയിൻ വൈസ്, സാധാരണ പ്ലെയിൻ മില്ലിംഗ് ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലെയിൻ വൈസ് ഉണ്ട്, സ്വെല്ലിംഗ് വൈസ് ഉണ്ട്, ആംഗുലാർ സർഫേസ് മില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വെല്ലിംഗ് വൈസ് ഉണ്ട്. ഈ വൈസസ് എന്ന് പറയുന്നത് മില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന വൈസസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്ലെയിൻ വൈസ് ആൻഡ് സ്വെൽ വൈസ്. ദെൻ ടൂൾ മേക്കർ യൂണിവേഴ്സൽ വൈസ് എന്ന് പറയുന്ന ഒരു വൈസും ഉണ്ട്. ഓക്കെ, generally vices are classified into 3 types. So പ്ലെയിൻ വൈസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ബോൾട്ടഡ് ഓൺ ദ ടേബിൾ ആണ്. മില്ലിംഗ് വർക്ക് ടേബിളിൻ്റെ മേലെ ഡയറക്റ്റ്ലി നമ്മൾ ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പ്ലെയിൻ വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫിക്സഡ് ജോ ഉണ്ടാവും, ഒരു മൂവബിൾ ജോ ഉണ്ടാവും, റെഗുലർ വർക്ക് പീസും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സ്വെല്ലിംഗ് വൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേര് തന്നെ അറിയാം അല്ലേ, നമുക്ക് ഒരു സർക്കുലർ ബേസിന് മേലെ മൗണ്ട് ചെയ്യുന്നത്, അതായത് ഡയറക്റ്റ്ലി ഓൺ ദ ടേബിൾ അല്ലാതെ സർക്കുലർ ബേസിൻ്റെ മേലെ നമ്മൾ ഈ വൈസ് മൗണ്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ ദാറ്റ് ഒരു ആംഗുലാർ സർഫേസ് മില്ലിംഗ് ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മില്ലിംഗ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് സ്വെൽ വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് ഉപയോഗിക്കുന്നത് ആ ഒരു സമയത്താണ്. Then now tool maker universal wise, അല്ലെ, യൂണിവേഴ്സൽ വൈസ്. അപ്പം ഓൾസോ ബി ടൈറ്റിൽഡ് ഇൻ എനി വെർട്ടിക്കൽ പൊസിഷൻ, ഏതെങ്കിലും ഒരു പൊസിഷനിൽ അല്ലെ. അതായത് ടൂൾ മേക്കേഴ്സ് യൂണിവേഴ്സൽ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്ക് ഈ സിമിലർ ടു ഈ വൈസ് സ്വെൽ വൈസ് പറയുന്നത് പോലെ തന്നെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്ക് സ്വെല് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി ടിൽറ്റഡ് അറ്റ് എനി വെർട്ടിക്കൽ പൊസിഷൻ ഫോർ ആംഗുലർ കട്ട്സ്. ആംഗുലർ കട്ട്സിന് ഉപയോഗിക്കേണ്ടിയിട്ട് നമുക്ക് ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കൂടി അല്ലെങ്കിൽ സ്വെല്ലിംഗ് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അതിനെ ടൂൾ മേക്കർ യൂണിവേഴ്സൽ വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കൂടാതെ പിന്നെയുള്ളത് സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളിതാ ഈ ഒരു ഫിഗേഴ്സ് നിങ്ങൾ കാണുന്നില്ലേ, ഒന്ന് പ്ലെയിൻ വൈസ്, ഒരു ഫിക്സഡ് ജോ ഉണ്ട്, ഒരു മൂവബിൾ ജോ ഉണ്ട് അല്ലെ, ഒരു സ്ക്രൂ ഉണ്ട്, ദെൻ യു ഹാവ് എ ഷാങ്ക് അല്ലേ, ജസ്റ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനം, ഗൈഡ്സ് ഉണ്ട്, ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഗൈഡ്സ് ഉണ്ട്. ദിസ് എ പ്ലെയിൻ വൈസ്, യു ക്യാൻ സീ ദാറ്റ്. ഇനി സ്വെല്ലിംഗ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡയറക്ട്ലി ഓൺ ദ ടേബിൾ ആണ് അല്ലേ. നൗ ദിസ് വിൽ ബി നോട്ട് ബി ഡയറക്ട്ലി ബോൾട്ടഡ് ഓൺ ദ ടേബിൾ. സ്വെൽ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈസ് ഒരു സർക്കുലാർ ബേസിൻ്റെ മേലെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ദാറ്റ് ദിസ് വിൽ ബി ഹാവിങ് എ മൂവ്മെൻറ്റ്, ഒരു ആംഗുലാർ. ഇപ്പം ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ മൂവ് ചെയ്യാൻ പറ്റും അല്ലേ, ഈ ഒരു മൂവ്മെൻറ്റ്. നൗ യൂണിവേഴ്സൽ വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇറ്റ് വിൽ ബി ഓൾസോ മൗണ്ടഡ് ഓൺ എ സ്വെൽ ബേസ് ബൈ ടിൽറ്റിംഗ് ബേസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനൊരു വേർട്ടിക്കൽ പൊസിഷൻ മൂവ്മെൻറ്റ് കൂടി ഉണ്ടാകും. ഓക്കെ, ഈ ഒരു ഫിഗറിൽ നിന്നും ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ക്ലീൻ അല്ലേ, ക്ലിയർ അല്ലേ? ഹൗ വർക്ക് ഈസ് ഹോൾഡിംഗ് ബൈ യൂസിങ് എ വൈസ് അല്ലേ. നിങ്ങളിപ്പോൾ ഓൾറെഡി വി ബ്ലോക്കിന്റെ ഒക്കെ ഫിഗേഴ്സ് കണ്ടതല്ലേ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ അല്ലേ. ക്ലാമ്പിങ്, നമ്മളിപ്പോൾ വി ബ്ലോക്ക് അല്ലെങ്കിൽ പിന്നെ ക്ലാംപ്സ്, ടീ ബോൾട്ട് ആൻഡ് ക്ലാമ്പ്, ഇതൊക്കെ ഞാൻ ലേറ്റ് മുതലേ പഠിപ്പിക്കുന്നതാണ് അല്ലേ. സോ അതിന്റെ ഫിഗേഴ്സ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ എങ്ങനെയാണ് ഒരു വൈസ്, ഒരു ടീ ബോൾട്ട് ആൻഡ് ക്ലാമ്പ് ഉണ്ടാവുക, എങ്ങനെയാണ് ഒരു വി ബ്ലോക്ക് ഉണ്ടാവുക എന്നൊക്കെ അല്ലേ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ വർക്ക് ഹോൾഡിംഗ്. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ് പലതുണ്ട്, പല സ്പെഷ്യൽ ഫിക്സ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ്. ഓക്കെ, അതിനാണ് സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഫിക്സ്ചേഴ്സ് ജിഡിയൻ ഫിക്സ്ചേഴ്സ് പഠിച്ചതാണ് നിങ്ങൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫിക്സ്ചേഴ്സ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, സോ എങ്ങനെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു പല രീതിയിൽ ഒരു സ്പെഷ്യൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു ബൈ യൂസിങ് പല എന്താ പറയുക, മാക്സിമം ലോഡിങ് ടൈമും അൺലോഡിങ് ടൈമും ക്ലാമ്പിങ് ടൈമും ഒക്കെ കുറച്ചിട്ട് നമുക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ബൈ യൂസിങ് ഫിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്പെസിഫിക് ഓപ്പറേഷൻസ് മേക്കിംഗ് ലാർജ് നമ്പർ ഓഫ് ഐഡന്റിക്കൽ പാർട്സ് ഉപയോഗിക്കുന്ന സ്ഥലത്താണ് നമ്മൾ സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ യൂസ് ടു മിനിമൈസ് ലോഡിങ് അൺലോഡിങ് ആൻഡ് ക്ലാമ്പിങ് ടൈം.
ഈ കാര്യങ്ങളൊക്കെ ക്ലാമ്പിംഗ് ടൈമും ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓപ്പറേഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓൾറെഡി ഉള്ള സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ് ഇതിൽ കൊണ്ടേ. So these are the work holding devices used in milling. Okay, മില്ലിങ്ങിന് ഉപയോഗിക്കുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ബോൾട്ട് ആൻഡ് ക്ലാമ്പ്, ആംഗിൾ പ്ലേറ്റ്, വി ബ്ലോക്സ്, വൈസസ്, സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ്. Now let's go to tool holding device. Okay, tool holding devices. എന്തൊക്കെ ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് ആണ് ഉള്ളത്? നിങ്ങൾക്ക് ഇത്ര കാലവും നമ്മൾ പഠിച്ച പല മെഷീൻസിൽ, അതായത് ഡ്രില്ലിംഗ് മെഷീൻ, ലേത്ത് അല്ലേ, ദെൻ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ്, ഇതിലൊക്കെ ടൂൾ ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ലെയ്ത്തിലാണെങ്കിൽ നമ്മളൊരു ടൂൾ പോസ്റ്റ് വെച്ച് ഹോൾഡ് ചെയ്യും അല്ലേ. ടൂൾ പോസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾ പോസ്റ്റ് ഉണ്ട് അല്ലേ. സൈഡ് ഓപ്പൺ ടൂൾ പോസ്റ്റ് ഉണ്ട്, 4 സൈഡ് ഓപ്പൺ ടൂൾ പോസ്റ്റ് ഉണ്ട് അല്ലേ. അങ്ങനെ പല ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റുകളുണ്ട്. നമുക്ക് അറ്റ് എ ടൈം 4 ടൂൾസ് വെക്കാൻ പറ്റുന്നതുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾ പോസ്റ്റുകളാണ് നമ്മൾ ലേത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഡ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിൽ ബിറ്റ്സ് ആണ് നമ്മുടെ ടൂളായിട്ട് വരുന്നത്. ഡ്രില്ലിങ്ങിൽ നമ്മൾ ഡയറക്റ്റ്ലി സ്പിന്നിലോട്ട് മൗണ്ട് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ നമ്മളൊരു സ്ലീവ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളല്ലേ, സ്ലീവ്സ് ആൻഡ് സ്ലൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ടാപ്പേർഡ് ഷാങ്ക്ഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നോർമൽ ഷാങ്ക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിറ്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്യും അല്ലേ, ഡയറക്ട്ലി ടു സ്പിൻഡിൽ. ദെൻ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസിൽ നമുക്കൊരു ടൂൾ പോസ്റ്റ് ഉണ്ട് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾ പോസ്റ്റുകൾ അവൈലബിൾ ആണ്. നൗ വെൻ കംസ് ടു മില്ലിംഗ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. മില്ലിങ്ങിൽ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് വി ആർ യൂസിങ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ലൈക്ക് ഡിഫറെൻറ്റ് ഡിവൈസസ്. ഓക്കെ, അതിലൊന്നാണ് നിങ്ങൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ആണ് ആർബർ എന്ന് പറയുന്നത്. ARBOR, അബേഴ്സ്. ഓക്കെ, അബേഴ്സ്, ദെൻ കോളറ്റ്സ്, അഡാപ്റ്റേഴ്സ്, ഓക്കെ, കട്ടേഴ്സ്. ഓക്കെ, കട്ടേഴ്സ്. സോ 4 ടൈപ്പാണ്: ആർബർ, കോളറ്റ്, അഡാപ്റ്റർ, കട്ടർ. അപ്പോൾ എന്താണ് ഓരോന്നും നമുക്ക് നോക്കാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസൈൻ ഓഫ് ദ കട്ടർ അല്ലെ, ഡിസൈനിൻ്റെ കട്ടറിനനുസരിച്ചിട്ട് ദർ ആർ സെവറൽ മെത്തേഡ്സ് ഓഫ് സപ്പോർട്ടിങ് മില്ലിംഗ് കട്ടേഴ്സ് ഓൺ ദ മെഷീൻ സ്പിൻഡിൽ. അപ്പം മെഷീൻ സ്പിൻഡിലുണ്ട്. മെഷീൻ സ്പിൻഡിലിൻ്റെ ഉള്ളിൽ നമുക്ക് മില്ലിംഗ് കട്ടർ ഹോൾഡ് ചെയ്യണം. സോ സ്പിൻഡിൽ കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കറങ്ങണം? ടൂള് റൊട്ടേറ്റ് ചെയ്യണം. സോ ദാറ്റ് ഹൗ സ്പിൻഡിൽ നമ്മൾ എങ്ങനെ ടൂള് കണക്ട് ചെയ്യുന്നു, അത് കണക്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന എന്തൊക്കെ ഡിവൈസസ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. ആർബർ, കോളറ്റ്സ്, അഡാപ്റ്റേഴ്സ് ആൻഡ് കട്ടേഴ്സ്. സോ നിങ്ങൾ ഫിഗർ കാണുന്നു. ഈ ഒരു ഫിഗേഴ്സൊക്കെയാണ് എന്താ നമ്മുടെ പല ടൈപ്പ് ഓഫ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ്. മേലെ കാണുന്നതാണ് ഒരു ആർബർ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ കോളറ്റ്, ദിസ് ഇസ് എൻ അഡാപ്റ്റർ ആൻഡ് ദിസ് ഇസ് എ സ്ക്രൂഡ് ആർബർ. ഓക്കെ, സ്ക്രൂഡ് ആർബർ. ഫിഗേഴ്സ് ഞങ്ങൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എവിടെ എങ്ങനെ കട്ടർ വെക്കും. ഓക്കെ, റൈറ്റ്. ഹൗ ടൂൾ ഈസ് ഹോൾഡിംഗ്, ലെറ്റ്സ് സീ. ആർബേഴ്സ്. ആർബർ എന്ന് പറഞ്ഞാൽ എന്താണ് ആർബർ? ഓക്കെ, മില്ലിംഗ് കട്ടേഴ്സ് വിത്ത് സെൻട്രൽ ഹോൾസ് ആർ മൗണ്ടഡ് ആൻഡ് കീഡ് ഓൺ എ ഷാഫ്റ്റ് കോൾഡ് ആർബർ. അത് ഇതേപോലെ ഉണ്ടാവണം നിങ്ങളുടെ സെൻറ്റൻസ്. മില്ലിംഗ് കട്ടേഴ്സ് വിത്ത് സെൻറ്റർ ഹോൾസ്, അതായത് നമ്മുടെ കട്ടറിൽ സെൻറ്റർ ഹോൾ ഉണ്ട് എന്ന് വിചാരിക്കുക അല്ലേ. കട്ടേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതല്ലേ, ഒരു മില്ലിംഗ് കട്ടർ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണിച്ചില്ലേ. ദോ മില്ലിംഗ് കട്ടറിൽ ഞാൻ പല ടൈപ്പ് ഓഫ് മില്ലിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എൻഡ് മില്ലിംഗ് ഉണ്ട്, സൈഡ് മില്ലിംഗ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ടൂളിനും വ്യത്യാസമുണ്ട്. ടൂളിന് ഡിഫറെൻറ്റ് ഷേപ്സ് ഉള്ള അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഞാൻ ഇങ്ങനെ ഫിഗർ കാണിക്കുമ്പോൾ കാണിച്ചതാണ്. ലൈക്ക് അതിൽ സെൻറ്റർ ഹോൾസ് ഉള്ള കട്ടേഴ്സ്, മില്ലിംഗ് കട്ടേഴ്സ്. ദ കട്ടേഴ്സ് വിത്ത് സെൻറ്റർ ഹോൾസ് ആർ മൗണ്ടഡ് ഓൺ ദ കീഡ് ഓൺ എ ഷാഫ്റ്റ് കോൾഡ് ആർബർ. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ ഹോൾഡ് ചെയ്ത അല്ലെ നമ്മുടെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചതായിട്ടുള്ള ഇതൊരു സെൻറ്റർ ഹോളുള്ള കട്ടറാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഹോൾ ആയിരിക്കുമല്ലോ. ആ ഹോളാണെങ്കിൽ മാത്രമല്ല ഈ ഷാഫ്റ്റിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
റൈറ്റ്. ഇതൊരു സ്പിൻഡില്, ഇതിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഈ ഷാഫ്റ്റിന് മേലെ ഇത് നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ദിസ് ഷുഡ് ബി സെൻറ്റർ ഹോൾഡ്, റൈറ്റ്. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് അറിയാം, അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലാവുന്നില്ല. അതൊരു സെൻട്രൽ ഹോൾഡ് ആയിരിക്കണം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ? അതാണ്. സോ ഈ ഒരു ഷാഫ്റ്റിനെയാണ് നമ്മൾ ടോട്ടൽ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ ആർബർ എന്ന് പറയുന്നത്. ഓക്കെ, അത് കാണിച്ചാലാണ് ആ ഫിഗർ എടുത്തത്, റൈറ്റ്. ഈ ഒരു ഫിഗർ ഇതാ, ഈ ഒരു ടാപ്പർ ഷാങ്ക്, ഇതൊരു ട്രോ ബോൾട്സ് അല്ലേ, സ്പേസിങ് കോളേഴ്സ് ഉണ്ട്, കട്ടേഴ്സ്, ദെൻ യു ഹാവ് ബിയറിംഗ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ ഹോൾഡ് ചെയ്ത് കണ്ടത്. ഓക്കെ, ദിസ് വിൽ ബി ഗോയിങ് ഇൻ ടു ദ സ്പിൻഡിൽ, ദെൻ ദിസ് പാർട്ട് വിൽ ബി, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പാർട്ടാണ് നിങ്ങൾ പുറത്ത് കാണുന്നത്. ദിസ് വിൽ ബി ദാറ്റ് എൻഡ്. ഈ ബിയറിങ്സ് ആണ് നമുക്ക് ഓവർ ആമിലോട്ട് കണക്ട് ചെയ്തിട്ട് ഓവർ ആം നമുക്ക് ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓവർ ആം ആണ് ഈ ബിയറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ആ ഐഡിയ കിട്ടിയല്ലോ, നോ ഇഷ്യൂസ്. Okay, so milling cutters with center holes are mounted and keyed on a shaft called arbor. There are 3 different types of arbor, namely pallet and arbor, A-types arbor and stub arbors. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ആർബേഴ്സ് ഉണ്ട് എന്നാണ് പറയാം. പൈലറ്റ് ആൻഡ് ആർബർ, എ ടൈപ്പ് ആർബർ ആൻഡ് സ്റ്റബ് ആർബേഴ്സ്. പല ടൈപ്സ് ഓഫ് ആർബേഴ്സ് ഉണ്ട്. സോ ആർബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്യുറേറ്റ്ലി മെഷീൻ ഷാഫ്റ്റ് എന്നാണ് പറയാം. ഓക്കെ, ഷാഫ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ ഒരു എൻഡ് അല്ലേ, ആർബറിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ടാപ്പേർഡ് ആയിരിക്കും, വിച്ച് ഇസ് ഡയറക്ട്ലി ഫിറ്റഡ് ഇൻ ടു എ മെഷീൻ സ്പിൻഡിൽ അല്ലേ. കറസ്പോണ്ടിങ് ടാപ്പർ ആയിട്ടുള്ള ഒരു മെഷീൻ സ്പിൻഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന അതായിരിക്കും ഒരു എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. സോ ഇതാണ് ആർബസ് എന്ന് പറയുന്നത്. സോ ആർബർ എന്ന് പറയുന്നത് നമുക്ക് extension of the machine spindle on which milling cutters are securely mounted and rotated. അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. നമുക്കൊരു ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ആണ് ആർബർ എന്ന് അല്ലേ. നമ്മളിവിടെ പഠിച്ചു, പാർട്സിൽ പഠിക്കുന്ന ആർബർ എന്ന് പറയുന്നത് ഒരു ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ദിസ് ഇസ് ദാറ്റ് വിത്ത് പ്രൊവൈഡഡ് വിത്ത് ടാപ്പർ ഷാങ്ക്, വേർ ദിസ് ടാപ്പർ ഷാങ്ക് വിൽ ബി ഫിറ്റഡ് ഇൻ ടു ദ, അതായത് ഈ ഒരു ടാപ്പർ ഷാങ്ക്, ഈ ഒരു വൺ എൻഡ് ഓഫ് ദ ആർബർ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ആ ഒരു എൻഡാണ് ടാപ്പർ ഷാങ്ക് ഉണ്ടാവുക. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഈ ഒരു മെഷീൻ സ്പിൻഡിലോട്ട് പോകുന്ന എൻഡ്. ഓക്കെ, ദിസ് വൺ മെഷീൻ സ്പിൻഡിലോട്ട് പോകുന്ന എൻഡാണത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ആർബേഴ്സ്. നിങ്ങൾക്ക് പഠിക്കുന്ന കുറച്ച് പോയിന്റ്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, യു ആർ സ്റ്റഡിങ് അബൌട്ട് ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് ഇൻ മില്ലിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കും? നിങ്ങൾക്കൊരു ആർബർ വരക്കാൻ അറിയണം. ജസ്റ്റ് ഒരു ഷാഫ്റ്റ്, ഒരു കട്ടർ ഇങ്ങനെ അയച്ചിട്ട് നിങ്ങൾക്കൊരു ആർബർ ജസ്റ്റ് വരക്കാൻ അറിയണം. ദാറ്റ്സ് ഇറ്റ്. അതൊരു ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ ആർബേഴ്സ് എന്താണ്, അതൊരു ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ആണ് നിങ്ങൾക്ക് അറിയാം. സോ യു വിൽ ബി ലൈക്ക് ഇറ്റ്സ് എ ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ഇൻ മില്ലിംഗ്. ആർബർ ഇസ് എ ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് ഇൻ മില്ലിംഗ്. വെയർ milling cutters with center holes are mounted അല്ലേ. milling cutters with center holes are mounted and keyed on the shaft. ആ ഒരു ടോട്ടൽ ഷാഫ്റ്റിനെ നമ്മൾ ആർബർ എന്ന് വിളിക്കുന്നത്. ആർബർ ഒരു ആക്യുറേറ്റ് ആയിട്ട് മെഷീൻ ചെയ്തൊരു ഷാഫ്റ്റ് ആണ്. അതിൻ്റെ വൺ എൻഡ് ടാപ്പേർഡ് ആണ്. അത് ഡയറക്റ്റ്ലി സ്പിൻഡിലോട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ പോയിന്റ് വൈസ് പഠിക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെ തന്നെ പഠിക്കണം. ടൂൾ ഹോൾഡിംഗ്, വർക്ക് ഹോൾഡിംഗ് ഒക്കെ അങ്ങനെ പഠിക്കണം. ഓക്കെ, അത് ഏത് മെഷീൻ ആയാലും, റൈറ്റ്. Now let's goes to collets. Collets എന്ന് പറയുന്നത് it's a form of sleeve bushing used to hold arbors or cutters having a smaller shank than the spindle tapper. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്പിൻഡിൽ ഉണ്ട്. ആ സ്പിൻഡിലിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കട്ടർ ഡയറക്റ്റ് അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റ് ഡയറക്റ്റ് കയറും. ഇനി അതിൽ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ലീവ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടാപ്പേർഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സ്ലീവ് വെച്ചിട്ട് നമ്മൾ അത് ഇൻ ചെയ്തിട്ട് ഈ ടോട്ടൽ സ്ലീവ് നമ്മൾ ഇതിൽ വെക്കും, സ്പിൻഡിൽ വെക്കും അല്ലേ. അങ്ങനെയല്ല പഠിച്ചത്. അതുപോലെ നമ്മൾ സഹായിക്കുന്നതാണ് ഇവിടെ കോളറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് സ്ലീവ് ബുഷിംഗ് യൂസ് ടു ഹോൾഡ് ആർബേഴ്സ്, അല്ലെങ്കിൽ ആർബേഴ്സിനെ ഹോൾഡ് ചെയ്യാം, ഓർ ദ കട്ടർ ഹാവിങ് എ സ്മോളർ ഷാങ്ക് ദാൻ ദ സ്പിൻഡിൽ ടാപ്പർ. ഓക്കെ, സ്പിൻഡിൽ ടാപ്പറിനേക്കാളും സ്മോളർ ആയിട്ടുള്ള ഷാങ്ക് നമുക്ക് ഓൾറെഡി
നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടാപ്പറിനെക്കാളും സ്മോളർ ആയിട്ടുള്ള ഷാങ്ക് ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കോളറ്റ്സ് എന്ന് പറയുന്നത്. കോളറ്റ്സ് ആർ കണക്റ്റഡ് ടു ദ സ്പിൻഡിൽ ബൈ എ ഡ്രോ ബോൾട്ട് ആൻഡ് ദ റോട്ടറി മോഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ കട്ടേഴ്സ്. ഓക്കെ, ഇതാണ് കോളറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ റോട്ടറി മോഷൻ ഡയറക്റ്റ്ലി ഇവിടെ ഈ ഒരു ടാപ്പർ ആയിട്ടുള്ള സ്ഥലമില്ല, ഇവിടെയാണ് നമ്മൾ എന്ത് വയ്ക്കുന്നത്, സ്മോളർ ആയിട്ടുള്ള ഷാങ്കുള്ള നമ്മുടെ കട്ടറിൻ്റെ അല്ലേ പോർഷൻ. അല്ലെങ്കിൽ ഇതൊരു ആർബറാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആബർ ഇവിടെയാണ് വയ്ക്കുക. ആബർ അപ്പോൾ ഇത് കറങ്ങുമ്പോൾ ആബർ കറങ്ങും, ആബർ കറങ്ങുമ്പോൾ കട്ടർ കറങ്ങും, അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് കട്ടർ ചെയ്യാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്, എന്ത് മില്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഏത് മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാമെന്നല്ല, അതൊക്കെ നമ്മുടെ ഭാഗമായിട്ട് വരും. റൈറ്റ്, അത് നിങ്ങൾക്ക് ഒരു കോമൺ, ഒരു ബേസിക് ആയിട്ടുള്ള ആലോചന തന്നെ കിട്ടേണ്ടതാണ് അല്ലേ. ദാറ്റ്സ് എ ബേസിക് ഇൻഫർമേഷൻ. നമുക്ക് എന്ത് ഉപയോഗിക്കണം എന്നുള്ളത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ മെഷീൻ ഡിപ്പെൻഡൻറ്റ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം അല്ലേ, ഏത് മെറ്റീരിയൽ ചെയ്യുന്നു, ഏത് മെഷീൻ ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ്. സോ coils are connected to the spindle by draw bolt and rotary motion is transmitted to the cutters. ഇനി അഡാപ്റ്റർ എന്ന് പറയുന്ന സാധനം. സോ വാട്ട് യു മീൻ ബൈ അഡാപ്റ്റർ? ഇതും ഒരു കോളറ്റ് പോലെ തന്നെയുള്ള ഒരു സാധനമാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, ദിസ് ഇസ് വൺ ഓഫ് ദ ഒരു ടൈപ്പ് ഓഫ് ഒരു കോളറ്റ് ആണെന്ന് വേണേൽ പറയാം. ഓക്കെ, സോ മില്ലിംഗ് കട്ടേഴ്സ് ഹാവിംഗ് ഷാങ്ക്സ് ആർ ജനറലി മൗണ്ടഡ് ഓൺ ദ അഡാപ്റ്റേഴ്സ്. ഷാങ്ക് ഉള്ള മില്ലിംഗ് കട്ടേഴ്സ് നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തന്നിട്ടില്ല, ഡ്രിൽ ബിറ്റ് പോലെ ഷാങ്ക് ഉള്ള മില്ലിംഗ് കട്ടർ കാണിച്ചു തന്നിട്ടില്ലേ ഒരു 2 ദിവസം മുന്നേ നമ്മൾ തുടങ്ങുന്ന സമയത്ത്, മില്ലിംഗ് കട്ടേഴ്സ് കാണിക്കുന്ന സമയത്ത്. റിമെമ്പർ, ഡ്രിൽ ബിറ്റുമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പർട്ടിക്കുലർലി പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. റൈറ്റ്, ഓർമ്മയില്ലേ? അപ്പം അത് അങ്ങനത്തെ ടൈപ്പ് ഓഫ്, അതായത് ഷാങ്ക് മില്ലിംഗ് കട്ടേഴ്സ്, ആ ഒരു ടൈപ്പ് ഓഫ് കട്ടേഴ്സ് നമുക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അഡാപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ദ ഔട്ട്സൈഡ് ടാപ്പർ ഓഫ് ദ അഡാപ്റ്റേഴ്സ് കൺഫോംസ് ടു ദ ടാപ്പർ ഹോൾ ഓഫ് ദ സാൻഡിൽ ആൻഡ് ദ ഷാങ്ക് ഓഫ് ദ കട്ടർ ഫിറ്റ്സ് ഇൻ ടു ദ ടാപ്പർ ഹോൾ ഓഫ് ദ അഡാപ്റ്റർ. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് നിർത്താം. കണ്ടില്ലേ, ഈ ഒരു പാർട്ട് നമുക്ക് സ്പിൻഡിലോട്ട് പോവും. ദെൻ യു ഹാവ് ദിസ് അഡാപ്റ്റർ. കാണുമ്പോൾ രണ്ടും ഒരേപോലെ ഇല്ലേ? അപ്പം അഡാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കോളറ്റ് പോലെ തന്നെയുള്ള ഒരു സാധനം, അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫോം ഓഫ് ദ കോളറ്റ് എന്ന് വേണേൽ പറയാം. ഓക്കെ, ഇനി ലാസ്റ്റ് വണ് സ്ക്രൂഡ് ആൻഡ് ആർബർ. ഇത് ജസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഒരു സ്ക്രൂഡ് ആൻഡ് ആർബർ എന്ന് പറയുന്നത് സ്മോളർ കട്ടേഴ്സ്, നമുക്ക് ത്രെഡഡ് ഹോൾസ് ഉള്ള കട്ടേഴ്സ് അല്ലെ, അറ്റ് ദ സെന്റർ ആർ ഹെൽഡ് ഇൻ ദ സ്ക്രൂഡ് ആർബേഴ്സ്. സ്ക്രൂഡ് ആയിട്ടുള്ള ആർബേഴ്സിലാണ് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഒരു സൈഡ് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ കാണുന്നത് പോലെ. ഓക്കെ, ആൻഡ് ദ ഷാങ്ക് ഓഫ് ദ ആർബർ ഈസ് മൗണ്ടഡ് ഓൺ ദ സ്പിൻഡിൽ. ഇതൊരു സ്പിൻഡിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു കട്ടർ അതിൽ ഒരു സ്ക്രൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരു സൈഡ്. ദെൻ യു ഹാവ് ആൻ ആർബർ, സിമിലർ ടൈപ്പ്. ആർബറിന്റെ മേലെയാണ് നമ്മൾ എന്ത് വെക്കുന്നത്, കട്ടർ വെക്കുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയാണ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ്. ഓക്കെ, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് കഴിഞ്ഞു, ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് കഴിഞ്ഞു, പാർട്സ് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ട് പോകാം. വെയിറ്റ്.